ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഹെയർ ബാൻഡ് മേക്ക് ചെയ്യുന്ന വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഞാനതിനെടുത്തിട്ടുള്ളത് ഹെയർ ബാൻഡ്, സാറ്റിൻ കവർ ചെയ്ത ഹെയർ ബാൻഡാണ്. 3 കളർ റിബണാണ്. ആദ്യം തന്നെ ഞാൻ 2 ഫ്ലവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നതാണ് എനിക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് ഫ്ലവറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്കൊരു ഏകദേശ അളവിന് റിബണ് കട്ട് ചെയ്ത് അതിൻ്റെ 2 അറ്റവും ഉരുക്കി കൊടുക്കണം. 2 അറ്റവും ലൈറ്റർ വെച്ച് ഉരുക്കി കൊടുക്കുക. എന്നിട്ട് സൂചി നൂലും വെച്ച് അതിൻ്റെ അറ്റത്ത് കൂടെ തുന്നിക്കൊടുക്കുക. നമുക്കൊരു ഫ്ലവർ ഷേപ്പാണ് കിട്ടുന്നത്. പെട്ടെന്ന് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ് ഇട്ടത്. അറ്റം വരെ തുന്നിക്കൊടുത്തു. എന്നിട്ട് നമ്മൾ 2 അറ്റവും കൂട്ടി കെട്ടിട്ട് കൊടുക്കണം. രണ്ടറ്റവും നല്ല ടൈറ്റിൽ കെട്ടിട്ട് കൊടുക്കുക. നല്ല ടൈറ്റാക്കി കൊടുക്കണം, അല്ലെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഞാനിത് ഒട്ടിക്കണതൊന്നും കാണിക്കണില്ല. ഗ്ലൂ ഗണ്ണോ B7000 എന്ത് വേണമെങ്കിൽ ഉപയോഗിച്ച് നമുക്കിത് ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഒരു ഫ്ലവറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ കെട്ടിട്ട ഭാഗം ബാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. മൂന്ന് ഫ്ലവർ, ഓറഞ്ച്, വൈറ്റ്, ഗ്രീന്. എന്നിട്ട് ഞാൻ ഓറഞ്ച് സാറ്റിൻ കവർ ചെയ്ത ഹെയർ ബാൻഡാണ് എടുത്തിട്ടുള്ളത്. ക്യാൻവാസിൻ്റെ ചെറിയ 3 പീസും 3 ബീഡ്സും കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ആദ്യം തന്നെ ക്യാൻവാസിൻ്റെ ചെറിയൊരു പീസ് റൗണ്ട് വെട്ടിയെടുത്ത് ചെറുതായിട്ടൊന്ന് അതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കയറ്റി കൊടുക്കുക. ഇനി നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മൾ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.